കോൺഗ്രസിന്റെ പുനഃസംഘടന വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ കേരള രാഷ്ട്രീയത്തിലുള്ളത്. കോൺഗ്രസിന്റെ അധ്യക്ഷനായ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കാര്യമായ ചർച്ച കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞുവെന്നും വി ഡി സതീശനും ചെറുപ്പക്കാരായ MLA-മാരും സുധാകരനെ മാറ്റണമെന്ന ആവശ്യം പരോക്ഷമായി ഉന്നയിച്ചുകൊണ്ട് വലിയൊരു ചർച്ചയ്ക്ക് അവിടെ കളമൊരുക്കിയെന്നും എന്നാൽ അത്തരത്തിൽ കെ സുധാകരനെ മാറ്റേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല എന്നും ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടായതെന്നും അതുകൊണ്ട് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല എന്ന മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും വാദിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിലുണ്ട് എന്ന വാദം ഉയരുമ്പോഴും കോൺഗ്രസിന്റെ മുൻനിര നേതാക്കന്മാരെല്ലാം അത് തള്ളിക്കളയുകയാണ്. കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന ചർച്ച ഇപ്പോഴും കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് ശക്തമായി ഉരുത്തിരിഞ്ഞു വന്ന് നിൽക്കുന്നത്. എന്തായാലും അതല്ലാത്ത അല്ലെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതുമായ ഒരു പുനഃസംഘടനയ്ക്ക് സാധ്യത ഏറെയാണ്. അതിനുള്ള ചർച്ചകൾ സജീവമായി വരുന്നുണ്ട്. പുനഃസംഘടന നിർബന്ധമായും ഈ വർഷം തന്നെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ കോൺഗ്രസ് ഉണ്ടാകും എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. കോൺഗ്രസിന്റെ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ KPCC ഭാരവാഹികളായും DCC പ്രസിഡന്റുമാരായും DCC ഭാരവാഹികളായും ഒക്കെ ആരെ വെക്കണമെന്ന കോൺഗ്രസിനുള്ളിലെ ചോദ്യത്തിന് പ്രധാനമായും കടക്കേണ്ട രണ്ട് കടമ്പകളിൽ ഒന്ന് ഗ്രൂപ്പാണ്, മറ്റൊന്ന് ജാതീയ സമവാക്യങ്ങളാണ്. ഈ രണ്ട് കടമ്പകൾ കടക്കുമ്പോഴാണ് കോൺഗ്രസിൽ കാലങ്ങളായി ഒരു DCC അധ്യക്ഷനോ ഒരു KPCC അധ്യക്ഷനോ KPCC ഭാരവാഹിയോ DCC ഭാരവാഹിയോ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായമുള്ളത്. എന്നാൽ ഇനി അങ്ങോട്ട് അതിന് പ്രസക്തിയില്ല എന്നും അതിനേക്കാൾ അപ്പുറത്തേക്ക് ജനസ്വീകാര്യതയുള്ള നേതാക്കന്മാർ KPCC ഭാരവാഹികളായും പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള ജില്ലാ അടിസ്ഥാനത്തിൽ സ്വാധീനമുള്ള നേതാക്കന്മാർ DCC അധ്യക്ഷനായും DCC ഭാരവാഹികളും ഒക്കെയായി വരണമെന്ന ആവശ്യം ശക്തമായ രീതിയിൽ കോൺഗ്രസിൽ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെ പോലെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിമാർക്കും സാധ്യത ഏറുന്നു എന്ന വാർത്തയ്ക്കും പ്രസക്തി കൂടുന്നുണ്ട്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ KPCC ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ഒരു പറ്റം മുതിർന്ന നേതാക്കന്മാർക്ക് ആ സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചതിന്റെ ഭാഗമായി KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ എന്ന രീതിയിൽ, അതായത് D സിദ്ദിഖിനെ പോലെ, കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ, അതുപോലെ തന്നെ TN പ്രതാപനെ പോലെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരുള്ളതുപോലെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിമാരെ കൊണ്ടുവന്ന് വലിയ പ്രവർത്തനമൊന്നുമില്ലാത്ത മുതിർന്ന നേതാക്കന്മാരെ ജനറൽ സെക്രട്ടറിമാരാക്കിയും പ്രവർത്തനക്ഷമതയുള്ള നേതാക്കന്മാരെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിമാരാക്കുവാനുള്ള തന്ത്രപരമായ നീക്കം കൂടി കോൺഗ്രസിൽ നടക്കുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന സജീവമായി പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ പ്രസക്തമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ DCC അധ്യക്ഷന്മാർക്കെതിരെയുള്ള ഒരു വലിയ റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാണ്, AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയാണ് കേരളത്തിലെ 9 DCC അധ്യക്ഷന്മാർക്കെതിരായുള്ള രൂക്ഷമായ ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ അവർക്കെതിരായുള്ള ഒരു റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 3 ജില്ലാ DCC അധ്യക്ഷന്മാർക്കെതിരെ രൂക്ഷമായ പരാതികൾ അല്ലെങ്കിൽ രൂക്ഷമായ ആരോപണങ്ങൾ, അതുമല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ട് ശക്തമായ രീതിയിൽ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ 9 പ്രധാനപ്പെട്ട 3 ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കാം. അവർ ആരൊക്കെയെന്നറിയാം. ഏറ്റവും ആദ്യം തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ DCC അധ്യക്ഷനായ പാലോട് രവിക്കെതിരായുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പാലോട് രവി എന്ന DCC അധ്യക്ഷൻ കോൺഗ്രസിനെ തിരുവനന്തപുരം ജില്ലയിൽ സജ്ജമാക്കുന്നതിൽ വലിയ പരാജയത്തിലേക്ക് കൂപ്പൂത്തി വീണിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ ജില്ലകളിലും കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് കയ്യിലുണ്ടായിരുന്ന സീറ്റൊന്നും നിലനിർത്താൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, മറ്റ് സീറ്റുകളൊന്നും പിടിച്ചെടുക്കുവാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് പാർട്ടി പ്രാദേശിക തലത്തിൽ ജീർണിച്ചു പോയി എന്ന ഒരു വലിയ വാദം ശക്തമായ രീതിയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയരുന്നുണ്ട്. അദ്ദേഹം ജില്ലാ തലത്തിൽ വലിയ പരിപാടികൾ മാത്രമാണ് സംഘടിപ്പിക്കുന്നത്. പ്രാദേശിക തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്തുന്നില്ല. പ്രാദേശിക തലത്തിൽ നേതാക്കന്മാരെയോ പ്രവർത്തകരെയോ അണികളെയോ സജ്ജപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും ഉയർത്തിക്കൊണ്ടുവരുവാനും വേണ്ടിയുള്ള യാതൊരു നടപടിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ശക്തമായ പരാതിയെ തുടർന്ന് ഒരു എതിർ റിപ്പോർട്ട് പാലോട് രവി എന്ന തിരുവനന്തപുരത്തിന് DCC അധ്യക്ഷനെതിരായുള്ള ഒരു എതിർ റിപ്പോർട്ട്
ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും മുൻനിരയിൽ മോശപ്രകടനം നടത്തിയ DCC അധ്യക്ഷന്മാരിൽ ഒരാളായി റിപ്പോർട്ടിൽ പറയുന്നു. രണ്ടാമതായി ഉള്ളത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ DCC അധ്യക്ഷനായ ബാബു പ്രസാദ് എന്ന ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റിനെതിരെ, DCC അധ്യക്ഷനെതിരെ രൂക്ഷമായ രീതിയിലുള്ള ചില പരാതികൾ, ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ആരോപണത്തിന്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരായുള്ള ഒരു ശക്തമായ റിപ്പോർട്ടും ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു ദേശീയ മുഖം, കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവ്, AICC ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം മത്സരിച്ച സാഹചര്യത്തിൽ പോലും 400-ൽ പരം ബൂത്തുകളിൽ ഇരിക്കുവാൻ പോലും ആളുകൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് പ്രാദേശിക ഘടകങ്ങൾ ജീർണിച്ചു പോയ സാഹചര്യം, പരിപാടികൾ സംഘടിപ്പിച്ച് മുൻപോട്ട് പോകാത്ത ഒരു സ്ഥിതിവിശേഷം, പ്രാദേശിക നേതാക്കന്മാരെയും ചെറുപ്പക്കാരായ നേതാക്കന്മാരെയും അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ജീർണിച്ച ഒരു രീതിയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉള്ളത് എന്ന രൂക്ഷമായ ആരോപണമുണ്ട്. അതുപോലെ തന്നെ ഹരിപ്പാട്, കായംകുളം പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ പല വോട്ടുകളിലും ചോർച്ചയുണ്ടായി എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിന് ഒരു മികച്ച മുന്നേറ്റം കായംകുളം, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധിച്ചില്ല എന്ന വലിയ പരാതിയും ബാബു പ്രസാദ് എന്ന ആലപ്പുഴയിലെ DCC അധ്യക്ഷനെതിരായി രൂക്ഷമായി തന്നെ ഉയരുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബാബു പ്രസാദിനെതിരായുള്ള ഒരു ആരോപണവും ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതേ സ്ഥിതിവിശേഷം തന്നെയാണ് ഇടുക്കിയിലുമുള്ളത്. ഇടുക്കിയിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ വലിയ വിളർച്ച സംഭവിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ പല പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇടുക്കി DCC അധ്യക്ഷനായ CP മാത്യുവിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളും പരാതികളും ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായുള്ള റിപ്പോർട്ടും ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയുള്ള മറ്റ് ജില്ലകളും അവിടുത്തെ DCC അധ്യക്ഷന്മാരും, പത്തനംതിട്ട ജില്ലയിലെ സതീഷ് കൊച്ചുപറമ്പിൽ, കൊല്ലം ജില്ലയിലെ രാജേന്ദ്ര പ്രസാദ്, കോട്ടയം ജില്ലയിലെ നാട്ടകം സുരേഷ്, വയനാട് ജില്ലയിലെ ND അപ്പച്ചൻ, കാസർഗോഡ് ജില്ലയിലെ PK ഫൈസൽ, അതുപോലെ തൃശൂർ ജില്ലയിലെ DCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ പാലക്കാട് MP നേതൃത്വം നൽകുന്ന പാലക്കാട് MP VK ശ്രീകണ്ഠൻ നേതൃത്വം നൽകുന്ന തൃശൂർ DCCയിലേക്കും ശക്തനായ നേതാവിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് 9 ജില്ലകൾ, തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, വയനാട്, കാസർഗോഡ്, തൃശ്ശൂർ, ഈ 9 ജില്ലകളിലെയും DCC അധ്യക്ഷന്മാരെ മാറ്റി അവിടെ പുതുമുഖങ്ങളെ കൊണ്ടുവരുവാൻ, വനിതകൾക്ക് പ്രാധാന്യം നൽകുവാൻ, യുവാക്കൾക്ക് പ്രാധാന്യം നൽകുവാനുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുകയാണ്. ഈ 10 പേർക്കെതിരായുള്ള രൂക്ഷമായ ആരോപണങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരല്ലാതെയുള്ള പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ DCC അധ്യക്ഷന്മാർ മികച്ച മുന്നേറ്റം നടത്തുന്നു എന്ന റിപ്പോർട്ടും ഇവരോടൊപ്പം പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ 9 പേരെ മാറ്റി അവിടേക്ക് പുതിയ DCC അധ്യക്ഷന്മാരെ, ചെറുപ്പക്കാരെ, വനിതകളെ ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനടി തന്നെ DCC അധ്യക്ഷന്മാരെ മാറ്റി പുതിയ DCC അധ്യക്ഷന്മാരെ കൊണ്ടുവരും. വർക്കിംഗ് ജനറൽ സെക്രട്ടറിമാർക്കുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിൽ കോൺഗ്രസിനുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത്.